Hi everyone. അങ്ങനെ നമ്മൾ കാത്തിരുന്ന മോസ്റ്റ് awaited day is here, the NEET examination day. അപ്പോ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാനും അതൊന്ന് ഡിസ്കസ് ചെയ്യാനും ഒക്കെ. അപ്പൊ ഈ വർഷം മുഴുവൻ മക്കളെ പഠിപ്പിച്ച സൈലത്തിന്റെ എൻടയർ ഫാക്കൽറ്റി ലൈനപ്പ് ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം സൗത്ത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഫാക്കൽറ്റി ലൈനപ്പ് ആണ്. ഈച്ച് ആൻഡ് എവറി സബ്ജക്ട് നീറ്റ് എക്സ്പേർട്സ് ആണ് മക്കളെ പഠിപ്പിച്ച് എക്സാം ഹോളിലേക്ക് വിട്ടത്. അപ്പൊ അവർ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഉണ്ട്. അവർ മാത്രമല്ല നമ്മുടെ എൻടയർ അക്കാഡമിക്സ് ടീം, SMEs എല്ലാവരും വന്നിട്ടുണ്ട്. സോ വി ആർ ഓൾ ഗോയിങ് ടു മേക്ക് ദിസ് എക്സ്പീരിയൻസ് റിയലി ഗുഡ് ഫോർ യു. അപ്പൊ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനോട് പോയി ചോദിക്കാം അവർ എന്തൊക്കെയാണ് നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ അവർ കാണുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പേർട്ട് ഫിസിക്സ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ സൈലത്തിന്റെ എല്ലാ സെന്റേഴ്സിലുമുള്ള എക്സ്പേർട്സ്, സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഫിസിക്സ് ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ വിചാരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വർഷത്തെ അത്ര ടഫ് ആവില്ല എന്ന് വിചാരിക്കുന്നു, ഈസി ആയിരിക്കും വിചാരിക്കുന്നു. എക്സ്പെക്ടേഷൻസ് അങ്ങനെയാണ്. മക്കൾ കഴിഞ്ഞ വർഷം നന്നായിട്ട് നല്ല ടഫായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ആവട്ടെ, പിള്ളേർക്ക് എല്ലാവർക്കും നല്ല ഈസി ആവട്ടെ, അങ്ങനെ നമ്മൾ വിചാരിക്കും. Last year, it was like this. Kids and the teachers were expecting very easy paper, but once they got the paper, it was like few questions were very tough. Very tough in the sense really hard to crack. That's why even though there were 21 questions which are directly from our DPP, but students were not able to answer just because of the tension built up. But there were questions directly from That's so this year also I expect that at least half of the question will be easy. Yes. If they can with the patience, if they can manage the tougher ones, they will score. ഫിസിക്സ് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമില്ല. നമ്മളത് മനസ്സിലാക്കി നമ്മൾ അതിനോട് താല്പര്യം, ഇൻട്രസ്റ്റ് നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആയാലും ബാക്കി കൺസെപ്റ്റ് ആയാലും എല്ലാം ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡെയിലി ലൈഫിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഫിസിക്സ് ഇൻക്ലൂഡിംഗ് ആണല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കോമൺ സെൻസ് ഫസ്റ്റ് ഓഫ് ഓൾ, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം 2024 ഭയങ്കര സിമ്പിൾ ആയിരുന്നു പേപ്പർ, 25 വന്നപ്പോൾ ഭയങ്കര ഹാർഡായി. അപ്പൊ രണ്ട് സമയത്തും കംപ്ലൈന്റ് വന്നു. സോ ഐ എം എക്സ്പെക്ടിങ് എ മോഡറേറ്റ് പേപ്പർ. ഈവൻ ഇതിപ്പോ ടഫ് ആണെങ്കിൽ പോലും ആ രീതിയിൽ സൈലം അവരെ പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ DPP ആ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ടെൻസ്ഡ് ആവില്ല. അതിപ്പോ ഈവൻ ടഫ് ആണെങ്കിൽ പോലും അതാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. കഴിഞ്ഞ വർഷത്തെ ആക്ച്വലി എക്സാം വളരെ 2-3 ക്വസ്റ്റ്യൻസ് നല്ല ടഫായിരുന്നു. ബാക്കിയൊക്കെ ചില കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് പാനിക് ആയിട്ട് ഒരുപാട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം നമ്മളിപ്പോ LMRP ടൈമിൽ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ കുറച്ച് 2-3 കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് എന്റെ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ കുട്ടികൾ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഇപ്പൊ LMRP ടൈമിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പാനിക് ആയത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. എന്താണ് വെൽ പ്രിപ്പയർഡ് ആണ്, എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. പഠിപ്പിച്ചത് എന്തായാലും വരും. നമുക്ക് അവർക്ക് കൊടുത്തൊരു പ്രോമിസ് ഉണ്ട്, തന്നെയാണ് നമ്മുടെ എക്സ്പെക്ടേഷനും. ഇനി എന്തായാലും നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ക്രാഷ് ബാച്ചുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവർ +2 കഴിഞ്ഞ് വരികയല്ലേ. അപ്പൊ അതിന്റെ ഒരു ന്യൂമറിക്കൽ സ്കില്ല് കുറച്ച് കുറവായിരുന്നു. പക്ഷെ നമ്മളെ മെറ്റീരിയൽ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. നമ്മൾ അവർക്ക് ബേസിക് ലെവലിൽ മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു സ്കില്ല് വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽസ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർക്കും കൂടി എഴുതാൻ പറ്റുന്ന നല്ലൊരു പേപ്പർ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. സൈലത്തിന്റെ എക്സ്പേർട്ട് കെമിസ്ട്രി ടീം അവിടെ ബിക്കോസ് അവർക്ക് വേറൊരു സമയമില്ല ഗൈസ്. അവര് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി ഓൾറെഡി ഭയങ്കര ഡിസ്കഷൻസ് ആണ്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ, എന്താണ് വരാൻ പോകുന്നത്, എവിടുന്നായിരിക്കും വരിക, നമ്മൾ ഇതിൽ നിൽക്കുകയാണ് അവരെല്ലാം. വാട്ട്സ് ഹാപ്പനിങ്, ഓ മൈ ഗോഡ്, NS മാം ഇസ് ഹിയർ. NS മാം തന്നെ ഫസ്റ്റ് നമ്മളോട് പറയും, നമ്മുടെ ഓൺലൈൻ കെമിസ്ട്രി ഫാക്കൽറ്റി ആയിട്ടുള്ള NS മാം. ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ കെമിസ്ട്രിയില് നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെ ഈസി ആയിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ലാസ്റ്റ് ഇന്റൻസീവ് റിവിഷൻ ആൻഡ് എക്സാംസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും വളരെ കോൺഫിഡന്റ് ആണ്. റിസൾട്ട് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കാണ്. അപ്പൊ നമുക്ക് കെമിസ്ട്രിയിൽ 180 ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന എക്സാം കെമിസ്ട്രി പേപ്പർ മോഡറേറ്റ് പേപ്പർ ആയിരിക്കും എന്നാണ്. ഒരിക്കലും ഈസി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഡിഫിക്കൽട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആൻഡ് വി ഫീൽ ദാറ്റ് അവർ സ്റ്റുഡൻസ് വിൽ ബ്രേക്ക് 180. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് എഴുതുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അവരെല്ലാം പഠിപ്പിച്ചെടുത്താണ് വിട്ടത്. എക്സാം അവർ ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്.
ദേ ആർ വെൽ പ്രിപ്പയർഡ്. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആൻഡ് വി ആർ വെയിറ്റിംഗ് ടു ഗെറ്റ് ദ ക്വസ്റ്റ്യൻസ്. ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മുടെ കുട്ടികൾ സോൾവ് ചെയ്യുന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. സോ സൈലത്തിലെ കുട്ടികൾ റോക്ക്. നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ടുകൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഒക്കെ വളരെയധികം അതായത് എക്സാം കഴിഞ്ഞിട്ട് അത് വീണ്ടും എന്ത് ചെയ്യാണ് അതിൽ നിന്ന് പഠിച്ചിട്ട് അവരെ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് പഠിക്കാനില്ല. 180 ഔട്ട് ഓഫ് 180. സോ നമ്മൾ സൈലത്തിന്റെ എക്സ്പേർട്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ടീമിനെ മീറ്റ്. നൗ വി ആർ ഗോയിങ് ടു മീറ്റ് ടീം ബയോളജി. നീറ്റില് 50% വെയിറ്റേജ് ഉള്ള സബ്ജക്ട് ആണ് ബയോളജി. നമുക്ക് ബോട്ടണിക്ക് 5 ടീംസ് ആണുള്ളത്. 1, ടീം 2, 3, 4, 5 നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ ടീമിലും 3 ടീച്ചേഴ്സ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ടീം ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. സെക്കൻഡ് ടീം 10 ക്വസ്റ്റ്യൻസ് റെസ്പെക്റ്റീവ്ലി അടുത്തടുത്ത 10 ക്വസ്റ്റ്യൻസ് അടുത്ത ടീം ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മൾ സോൾവ് ചെയ്യും. ആൻസർ നമ്മളാണ് ഫസ്റ്റ് പ്രസന്റ് ചെയ്യുക. ഞങ്ങൾ 4 ടീമാണ്. 4 ടീം എന്ന് പറയുമ്പോൾ ഒരു ടീമില് 2 ടീച്ചേഴ്സ് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ ഒരു ടീം കൂടെ ഉണ്ട്, അത് ഇത് ക്വസ്റ്റ്യൻ കൺഫേം ചെയ്യാൻ. അപ്പൊ ആ രീതിയിലാണ് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ സുവോളജി ടീം സെറ്റ് ആണ്. എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ? എന്താണ് ലൈക്ക് 5 എക്സാം കഴിയും. ആസ് സൂൺ ആസ് നമുക്ക് പേപ്പർ കിട്ടിയാൽ ഒട്ടനെ നമ്മൾ ലൈവിൽ കയറാണ്. ഫസ്റ്റ് സോൾവ് ചെയ്ത് അതും 100% അക്യൂറസിയിൽ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കീ കിട്ടുക നമ്മുടെ സൈലത്ത് നിന്നായിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ. വി ആർ സെറ്റ് ഫോർ എവരിതിങ്. യു ആർ ഓൾ സെറ്റ്. ഗ്രേറ്റ്. നമ്മളെ കുട്ടികളെ പോലെ തന്നെ ഈഗർലി വെയിറ്റിംഗ് ആണ്. എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻ എന്താണോ അതേ ടെൻഷനാണ് നമ്മൾ പഠിപ്പിച്ച ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാല് നമ്മുടെ സൈലത്തിലെ എല്ലാ വെർട്ടിക്കൽ ISP ഇന്റഗ്രേറ്റഡ് സൈലം സ്കൂൾ പ്രോഗ്രാം, നമ്മുടെ റിപ്പീറ്ററിലെ മക്കള്, നമ്മുടെ ക്രാഷിലെ കുട്ടികള്, ഇപ്പൊ ബഷീർ സാർ പറഞ്ഞ പോലെ, സംഗീത മിസ് പറഞ്ഞ പോലെ, ഇവരെല്ലാം ലൈൻ ബൈ ലൈൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, NCERT കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സത്യം പറഞ്ഞാലും അവർക്ക് ഇത് എല്ലാം ഫെമിലിയർ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതാണല്ലോ എന്ന് പറഞ്ഞ് വളരെ ഈസി ആയിട്ട് അവർ പോസിബിളി അവർ ആൻസർ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളും സത്യത്തിൽ ഭയങ്കര ഈഗർലി വെയിറ്റ് ചെയ്യാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ ഞങ്ങൾ ആദ്യം നോക്കുക ഇത് എത്രത്തോളം കുട്ടികൾ എഴുതിയിട്ടുണ്ട്, എത്ര അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും. കാരണം മിക്കതും അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. എനിവേ ഞാൻ സെൻസാറിന് കൊടുക്കുകയാണ്. Sir, please tell us your... എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സൈലത്തിലെ ഒരു മക്കളും ബയോളജി മോശമായി എഴുതി പുറത്തോട്ട് ഇറങ്ങില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. 100%. അത് എന്റെ കോൺഫിഡൻസ് ആണ്. അത്രയ്ക്ക് നമ്മൾ നന്നായി കുട്ടികളെ വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്, പലതവണ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ വർഷം പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ NCERT ക്രാക്കർ എന്ന് പറഞ്ഞ NCERTയുടെ പേജ് ബൈ പേജ് അത് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ പഠിപ്പിക്കാത്ത, സൈലത്തിൽ കുട്ടി പഠിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഈ വർഷം നീറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. 100% ഗ്യാരണ്ടിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഏറ്റവും നല്ല റിസൾട്ട് സൈലത്തിലെ കുട്ടികൾ ഇപ്രാവശ്യം അത് നീറ്റ് ക്രാക്ക് ചെയ്യുന്ന നമ്മൾ 100% ഗ്യാരണ്ടി തരുന്നു. നമുക്ക് ഹമീദ് സാറിന്റെ കയ്യിൽ കൊടുക്കാം. ഓക്കെ, നമ്മുടെ കുട്ടികൾ നന്നായിട്ട് എക്സാം എഴുതും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ അങ്ങനെ എക്യൂപ്പ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് എല്ലാ ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് കുട്ടികളെ എക്സാമിനേഷനിലേക്ക് വിട്ടിരിക്കുന്നത്. നമ്മൾ ആ ക്വസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അതിന്റെ കീ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഫാക്കൽറ്റീസിനൊക്കെ നമ്മൾ മീറ്റ് ചെയ്തു, അവരുടെ എക്സൈറ്റ്മെന്റ് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള DTP ഡിസൈനിങ് SMEs ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവർക്കായിട്ട് നമ്മൾ ഒരു മേക്ഷിഫ്റ്റ് ഓഫീസ് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കീ സെറ്റ് ചെയ്യണം ആൻഡ് ഉടനെ തന്നെ സ്ലൈഡ്സ് ആയിട്ട് നിങ്ങളിലേക്ക് കീ എത്തിക്കണം. അപ്പൊ അതിനായിട്ടാണ് ഈ ടീം ഇവിടെ സെറ്റ് ആയിട്ടുള്ളത്. സോ നമ്മുടെ എൻറ്റയർ ടീം നിങ്ങൾക്കായിട്ട് ഇത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഓൾ യു വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യാൻ എല്ലാവരും. എന്നിട്ടും നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് അനാലിസിസ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. I hope you all had a great experience of NEET 2026. നിങ്ങളുടെ അടുത്ത് ഇത് കേൾക്കാൻ we are also waiting. See you soon.